കമൻറ്റിലില്ല വിധവയാണ് നമ്മൾ കമൻറ്റ് എൻ്റെ കല്യാണം ആണ് ഞാൻ പറഞ്ഞു കാൽ കഴിഞ്ഞ് മഹറാണ് ഈ കല്യാണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് സാജിദ സാജിയുടെ ഇന്നലത്തെ ഒരു വീഡിയോ കാണാൻ ഇടയായതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ വീണ്ടും നിങ്ങളോട് സംസാരിക്കേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ സാജിദ സാജിയെക്കുറിച്ച് ഇനി ഒരു വ്ളോഗ് ചെയ്യണ്ട എന്ന മനസ്സ് വെച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ കണ്ടന്റ് കിട്ടിയത്. കണ്ടന്റാണല്ലോ പ്രധാനം. അപ്പോൾ ആ പ്രധാനമായിട്ടും ആ സാജിദ സാജിയുടെ വ്ളോഗിൽ ആ സ്ത്രീ കമൻറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇനി ആരും കമൻറ്റ് ചെയ്യണ്ട. കാരണം കമൻറ്റിൽ വിധവ എന്ന് പറഞ്ഞതാണ് അവളെ പ്രകോപിപ്പിച്ചത്. അത്ര ഇപ്പോഴും യഥാർത്ഥത്തിൽ സംശയമാണ്. യഥാർത്ഥത്തിൽ അവൾ വിവാഹിതയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു ദിവസം ഒരു റീൽസ് ഇട്ടു എന്നല്ലാതെ ഒരിക്കലും അവൾ പിന്നീട് അവളുടെ ഭർത്താവിനെ കുറിച്ചോ അവളുടെ ഭർത്താവിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഏത് പള്ളിയിൽ നിന്ന് വിവാഹം കഴിച്ചു എന്നോ ആര് വിവാഹം ചെയ്യിപ്പിച്ചു തന്നോ എന്നൊന്നും പിന്നീട് അവൾ പറയുന്നില്ല. കാരണം കറി വെച്ചതും മുളകുവരുതിയതും കഴിച്ചതും അപ്പിയിട്ടത് വരെ വ്ളോഗാക്കി തീർക്കുന്ന സാജിദ സാജി ഈ പറയുന്ന ആ ഒരു ചെറുക്കൻ്റെ ഒരു റീൽസ് ആഭാസകരമായി ഇട്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഒരൊറ്റ വ്ളോഗും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ വിവാഹിതയായി എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന എല്ലാവിധ സംവിധാനങ്ങളും. അവൾ വിവാഹം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. ഒട്ടനേകം വിധവകൾ ലോകത്തുണ്ട്. ഒട്ടനേകം സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാനുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആഭ്യന്തര കാര്യമാണ്. കമൻറ്റോടികൾ പറയുന്നത് പോലെ അതാ സാജിദ പോലും ഈ കമൻറ്റോടികളുടെ മറുപടിയുടെ പീഡനം സഹിക്കവയ്യാഞ്ഞ് അവളിപ്പോൾ കമൻറ്റ് ബോക്സ് തന്നെ ഓഫാക്കിയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ അവൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ മോശം നിറഞ്ഞ ഒരു സദസ്സിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ കഴിയാത്ത അത്ര ലജ്ജാകരമായിട്ടുള്ള വാക്കുകളാണ് അവൾ പറയുന്നത്. ഇപ്പോഴത്തെ ആളുകൾ സ്നേഹിക്കുന്നത്, ഇപ്പോഴത്തെ ചെക്കന്മാർ തള്ളമാരെയാണ് സ്നേഹിക്കുന്നത്. ഇപ്പോഴത്തെ ചെക്കന്മാരുടെ ട്രെൻഡാണ് ഈ പ്രായം ചെന്നവരെ വിവാഹം ചെയ്യുക എന്നത്. അങ്ങനെ ഓരോ അന്തമില്ലാത്ത കുറേ വാക്കുകൾ അവൾ പറയുന്നുണ്ട്. വിവാഹത്തിൻ്റെ മഹത്വത്തെ അവൾ നിന്ദിക്കുന്നുണ്ട്. മഹത്വത്തിൻ്റെ ആലോചിച്ച് നോക്കി. ഞാനൊക്കെ എന്തൊക്കെയാണ് അവൾ പറയുന്നുണ്ട്. കാണാൻ പോകുക എന്നത് പുരുഷന്മാർക്ക് മാത്രമുണ്ടായിരുന്നതാണ്. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കാണാൻ പോകാൻ സമ്മതിക്കുന്നില്ല? ഇങ്ങനെ എന്തിനേറെ പറയണം. വളരെ മോശമായ ഫെമിനിസ്റ്റ് സംസ്കാരമാണ് ഇപ്പോൾ അവളുടെ വായിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ യൂട്യൂബ് കണ്ടന്റ്. അതാണ് നിനക്ക് കണ്ടന്റ് ഉണ്ടടി അല്ലെങ്കിൽ നിനക്ക് കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാവപ്പെട്ട ഒരു മസൂറ ഫാത്തിമ, ആ സ്ത്രീ ഞാൻ പറഞ്ഞില്ലേ രണ്ടറ്റം മുട്ടിക്കാൻ ബുദ്ധി മുട്ടുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ ചെയ്യുന്ന വീഡിയോക്കൊന്നും തന്നെ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ഈ സ്ത്രീ പരിഹസിക്കുക, പുച്ഛിക്കുക. എന്നിട്ട് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എന്നും ഒന്നോ രണ്ടോ വ്ളോഗുകൾ ഇട്ടുകൊണ്ടിരിക്കും വേണം. എന്തുകൊണ്ടാണ്? ധാരാളം ആളുകൾ ഇത് റീച്ചുണ്ട്. അപ്പോൾ ഇതിന് നല്ല യൂട്യൂബ് നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൾ പറയുന്നത് അതല്ല. ഇപ്പോൾ അവൾ പറയുന്നത് വീണ്ടും അവളുടെ മഹറുകളൊക്കെ എടുത്ത് അത് ഏതാനും ദിവസമായി താൻ ഒരു ഭർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദിവസം മുതൽ അവളുടെ മഹർ എടുത്ത് അതിൻ്റെ ലോക്കറ്റിനെ കുറിച്ച് അതിൻ്റെ ചെയിനിനെ കുറിച്ച് ഒക്കെ ഈ സമൂഹത്തോട് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഗുഹ്യഭാഗമായ ഈ കഴുത്തിൻ്റെ ഈ ഭാഗമൊക്കെ അവളിങ്ങനെ വെളിവാക്കിയിട്ടാണ് ഇതാ എൻ്റെ ലോക്കറ്റ് കണ്ടോളൂ, എൻ്റെ മഹർ കണ്ടോളൂ. അതോ എൻ്റെ മഹറിനെയും ലോക്കറ്റിനെയും കാണുന്നതിന് മുമ്പ് അവൾ കാണിക്കേണ്ടതും പരസ്യപ്പെടുത്തേണ്ടതും അവളുടെ നിക്കാഹാണ്. ആ നിക്കാഹിനെ അവൾ എന്തു ചെയ്തു? അവൾ പരസ്യപ്പെടുത്തിയില്ല, അവൾ പറഞ്ഞില്ല. എന്നിട്ട് അവൾ മഹറെടുത്ത് കാണിക്കുന്നു. എന്താ ഇതിലൊക്കെ അർത്ഥമുള്ളത്? മാത്രമല്ല ഒരു ചെയിനാണ് മഹർ കൊടുത്തതെങ്കിൽ പിന്നെ ആ ലോക്കറ്റിനെ കുറിച്ച് അവൾ എന്തിനാണ് സംസാരിക്കുന്നത്? ആലോചിച്ചു. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ മാഷാ അല്ലാ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇത്രയേറെ നിന്ദ്യമായ രീതിയിൽ ഹറാമും ഹലാലും നോക്കാതെ, അതാണ് ദിവസങ്ങളായി ഇപ്പോൾ അവൾ ഹറാമും ഹലാലും നോക്കാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്, ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് വയസ്സത്തികളെയാണ് ഇഷ്ടം. അതല്ലെങ്കിൽ മാരീഡ് കഴിഞ്ഞിട്ടുള്ള അഥവാ വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹമോചിതരായിട്ടുള്ള പെണ്ണുങ്ങളെ തെരഞ്ഞാണ് അവർ നടക്കുന്നത്. ഒരു കുടുംബ സിസ്റ്റത്തെ പോലുമാണ് ഈ പെൺകുട്ടി വെല്ലുവിളിക്കുന്നത്.
നമ്മളുടെ വിവാഹം ചെയ്യാനുള്ള ഇനി 5 ആൺകുട്ടികളുണ്ടല്ലോ ഈ സാജിദക്ക്. ഈ സാജിദ ഒരു മൂത്ത മകന് ഒരു വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ ആരെയാണ് ഒരു വിവാഹിതയായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹമോചിതയായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു പെണ്ണിനെ അവൾ തിരഞ്ഞെടുക്കുമോ? അപ്പോൾ അത്തരത്തിൽ യുവാക്കളെയും അവൾ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം തന്നെ യൂട്യൂബേഴ്സിനെ അവൾ വെല്ലുവിളിക്കുന്നുണ്ട്. എല്ലാ യൂട്യൂബേഴ്സുമാണ് എൻ്റെ കണ്ടന്റിന് വേണ്ടി ഞാൻ എന്തു പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ്. ആരാണ് ഇപ്പോൾ ഈ സ്ത്രീ? ആലോചിച്ച് നോക്കൂ. ലോകത്ത് വലിയ വലിയ വാക്ക് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പോലും അയാൾ എന്തു പറയുന്നു എന്ന് ആളുകൾ നോക്കി നിൽക്കുന്നില്ല. പക്ഷേ ഇവരുടെ വാക്കുകൾ മുഴുവനും ആളുകൾ യൂട്യൂബ് കണ്ടന്റാക്കി എടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തുമാത്രം അതപ്പതിച്ച വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാന്യതയുടെയും മര്യാദയുടെയും മനുഷ്യത്വത്തിൻ്റെയും എല്ലാ മതനിർദ്ദേശങ്ങളെയും ഒരംശം പോലും മാനിക്കപ്പെടാതെ ഈ പെൺകുട്ടി ആരെയാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത്? ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇവൾ വ്ളോഗ് ചെയ്യുന്നതിന് ആരാണ് എതിർക്കുന്നത്? ഇവളെ പോലെ തന്നെ കുടുംബ വ്ളോഗ് ചെയ്യുന്ന, ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒട്ടനേകം ആളുകളെ നമുക്കൊക്കെ അറിയാം. അവരൊക്കെ ഒരു വിദ്വേഷത്തിനും പകക്കും ഒരു വെറുപ്പിനും അറപ്പിനും ഒന്നും പാത്രമാവാതെ അവരൊക്കെ മാന്യമായ രീതിയിൽ വ്ളോഗ് ചെയ്യുകയും അവരൊക്കെ പണമുണ്ടാക്കുകയും അതൊക്കെ അടിച്ചുപൊളിക്കുകയും എന്തോ ചെയ്യട്ടെ, എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ അവൾക്ക് കണ്ടിട്ടുള്ള അവൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് മസ്റൂറ ഫാത്തിമ എന്ന ഒരു വ്ളോഗറാണ്. പാവപ്പെട്ട ഒരു പെൺകുട്ടി. റബ്ബർ തോട്ടത്തിൽ തൊഴിലെടുത്തുകൊണ്ടും പോലും അവൾ ഒരു സൈഡായിട്ട് മാത്രമാണ് തൻ്റെ 3 കുഞ്ഞുങ്ങളെ പുലർത്താൻ വേണ്ടി അവൾ വ്ളോഗ് ചെയ്യുന്നത്. അവൾക്ക് നോക്കി, അവൾ ഒരു ഹിജാബ് ഇട്ട് അഥവാ അതിൻ്റെ മുറ പോലെ മറച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ കരഞ്ഞുകൊണ്ടാണ് ഈ സാജിദ് എന്നെ കരയിപ്പിച്ചു എന്നാണ് ആ മസൂറ ഫാത്തിമ തൻ്റെ വ്ളോഗുകളിലൊക്കെ പറയുന്നത്. ആലോചിച്ച് നോക്കി, ഒരു കണ്ണീര് വീഴ്ത്തിയാൽ മറ്റൊരു സ്ത്രീ താൻ കാരണമായിട്ട് കണ്ണീര് വീഴ്ത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതൊക്കെയാണോ സാജി നീ ചെയ്യേണ്ടത്? എന്നിട്ട് ആവശ്യമില്ലാതെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കുക, അതോടൊപ്പം തന്നെ സന്ദർഭോചിതമായി തൻ്റെ ഭർത്താവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ദിവസം മാത്രം സ്ക്രീനിൽ കാണിക്കുക, തൻ്റെ യൂട്യൂബിൽ കാണിക്കുക, അതല്ലെങ്കിൽ റീൽസിൽ കാണിക്കുക, അല്ലതല്ലെങ്കിൽ തൻ്റെ ഷോർട്സിൽ കാണിക്കുക, പിന്നെ ആ ഭർത്താവ് അപ്രത്യക്ഷമാവുക. അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം വ്ളോഗർമാരും ഈ സാജി വിവാഹം ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അവരുടെ നിക്കാഹ് കഥ കെട്ടുകഥ തന്നെയാണ് എന്ന് വ്ളോഗർമാർക്ക് പോലും അഭിപ്രായം. മാത്രമല്ല നാട്ടുകാർക്കൊക്കെ അത് അഭിപ്രായമുണ്ട് എന്ന് പറയാൻ കാരണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.